ഏഷ്യ കപ്പ് ടീം പ്രഖ്യാപനം വെറുമൊരു ടീം പ്രഖ്യാപനം മാത്രമായിരുന്നില്ല. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചതിന് ശേഷം 6 നിർണായക നീക്കങ്ങളാണ് BCCI നടത്താനായി പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BCCIയെ ഉദ്ധരിച്ചുകൊണ്ട് സ്പോർട്സ് കീടയാണ് ഈ റിപ്പോർട്ടിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം ഇന്ന് നൽകിയിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ T20 ക്യാപ്റ്റനായി പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇതിൽ ആദ്യം വന്നിരിക്കുന്നത്. സൂര്യകുമാർ യാദവിനെയായിരുന്നു ഇന്ത്യയുടെ T20 ഫോർമാറ്റിന് നായകനായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഏഷ്യ കപ്പിന് ശേഷം സൂര്യകുമാർ യാദവിന് പകരക്കാരനായി ശുഭ്മാൻ ഗില്ലിനെ ടീം ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് BCCI അടുത്തായി നടത്തുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ വിശദമായി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരെ ടീം ഇന്ത്യയുടെ ഏകദിന ക്യാപ്റ്റനാക്കി നിയമിക്കാനുള്ള നീക്കം തന്നെയാണ്. ക്യാപ്റ്റൻസിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയാണ് ശ്രേയസ് ഇതുവരെയും കാഴ്ചവെച്ചിട്ടുള്ളത്. ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് ശ്രേയസ് അയ്യരെ ടീം ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിലെ രണ്ടാമത്തെ അപ്ഡേറ്റ്. മുഴുനീള ഫോർമാറ്റുകളിൽ ഇനി മുതൽ 2 ക്യാപ്റ്റന്മാരായിരിക്കും ടീം ഇന്ത്യയെ നയിക്കുക എന്നും T20 ടെസ്റ്റ് ഫോർമാറ്റുകളിൽ ശുഭ്മാൻ ഗില്ലും ഏകദിന ടൂർണമെന്റുകളിൽ ശ്രേയസ് അയ്യരുമായിരിക്കും ഇനി ടീം ഇന്ത്യയെ നയിക്കുക എന്നുമാണ് BCCIയുടെ പുതിയ പ്ലാനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത്. കോഹ്ലി, രോഹിത് ശർമ്മ താരങ്ങളെ ഏകദിന ലോകകപ്പിലേക്ക് ടീം ഇന്ത്യ പരിഗണിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അടിമുടി മാറ്റങ്ങൾക്ക് തന്നെയാണ് ടീം ഇന്ത്യ തയ്യാറാകുന്നത്. ഏഷ്യ കപ്പിന് ശേഷം T20 ഫോർമാറ്റിൽ കൂടി നായകസ്ഥാനത്തേക്ക് ഗില്ലിനെ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഏഷ്യ കപ്പിൽ അദ്ദേഹത്തെ ഇപ്പോൾ വൈസ് ക്യാപ്റ്റനാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് PTIയെ ഉദ്ധരിച്ചുകൊണ്ട് അഭിഷേക് ത്രിപാഠി തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ വിശദമായി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏഷ്യ കപ്പിന് ശേഷം 3 ഫോർമാറ്റിലും അടിമുടി മാറ്റങ്ങൾ തന്നെ ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.